Hi students. So ഇന്നത്തെ സെഷനിൽ നമ്മൾ മൊഡ്യൂൾ 3 സ്ട്രിംഗ് എന്നുള്ള പോർഷനിൽ നിന്നുള്ള ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ പ്രീവിയസ് ടൈമിൽ പൈത്തൺ പ്രോഗ്രാമിംഗ് സബ്ജക്ട്സിലുള്ള ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കൺസിഡർ ദ ഫോളോയിങ് കോഡ് സ്നിപ്പറ്റ് 1 equal to this is a test. Okay. 1 of 2 equal to u print 1. What error will the above code will produce? Why the error is caused? Write the Python code which will work around this issue and print the string thus a test as output. So നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്, ഈ ഒരു കോഡ് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് എററാണ് ഡിസ്പ്ലേ ചെയ്യുന്നുണ്ടാവുക. സോ വൈ ദിസ് എറർ ഈസ് കോസ്ഡ്. സോ നമുക്കുള്ള ഫൈനൽ ഔട്ട്പുട്ട് എന്താണ്, ദസ് എ ടെസ്റ്റ്. സോ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കോഡിൽ എന്ത് ചേഞ്ച് വരുത്താം. ഓക്കെ, സോ ആദ്യം നമുക്ക് കുറച്ച് കൺസെപ്റ്റ്സ് നോക്കാം. സ്ട്രിംഗ് എന്ന് പറയുന്നത് എന്താ, ഇസ് എ സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് ആണ്. സോ ഇറ്റ് ക്യാൻ ബി ക്രിയേറ്റഡ് ബൈ എൻക്ലോസിങ് ദ ക്യാരക്ടേഴ്സ് ഇൻസൈഡ് എ സിംഗിൾ കോഡ് ഓർ ഡബിൾ കോഡ്. സോ യൂഷ്വലി നമ്മളൊരു സ്ട്രിംഗ് ക്രിയേറ്റ് ചെയ്യാൻ പറയുകയാണെങ്കിൽ എന്താണ്, ഇപ്പോൾ ഇതിനകത്ത് ഈ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, my_string. ഇതൊരു വാരിയബിൾ ആണ് വിച്ച് ഇസ് ഈക്വൽ ടു സിംഗിൾ കോഡ്സിനകത്ത് നമ്മൾ ഹെലോ എന്ന് കൊടുത്തു. സോ ഇതൊരു സ്ട്രിംഗ് ക്രിയേഷൻ ആണ്. നമുക്ക് ഒരു സ്ട്രിംഗ് ക്രിയേറ്റ് ചെയ്യാൻ ഈ ഒരു സ്റ്റെപ്പ് കണ്ടാൽ മനസ്സിലാവും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ a is equal to hi, ഇതും ഒരു സ്ട്രിംഗ് ആണ്. സപ്പോസ് എക്സ് ഈസ് ഈക്വൽ ടു ഡബിൾ കോഡ്സിനകത്ത് നമ്മൾ കൊടുത്താലും അതും ഒരു സ്ട്രിംഗ് ആണ്. ഓക്കെ, സോ സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് വിച്ച് ഈസ് എൻക്ലോസ്ഡ് ബൈ സിംഗിൾ കോഡ്സ് ഓർ ഡബിൾ കോഡ്സ്. ഈവൻ ട്രിപ്പിൾ കോഡ്സ് ക്യാൻ ബി യൂസ്ഡ് ഇൻ പൈത്തൺ ബട്ട് ജനറലി യൂസ്ഡ് ടു റെപ്രസെൻറ്റ് മൾട്ടി ലൈൻ സ്ട്രിങ്സ്. സോ ഒരു പാരഗ്രാഫ് പോലെയുള്ള സ്ട്രിങ്സിനെയൊക്കെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രിപ്പിൾ കോഡ്സ് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ സ്ട്രിംഗ് ക്രിയേഷൻ എല്ലാവർക്കും അറിയാം. സോ നമുക്ക് ആ സ്ട്രിംഗ് വാരിയബിൾ പാസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രിൻറ്റ് ഫംഗ്ഷനിൽ പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറസ്പോണ്ടിങ് സ്ട്രിംഗ് ഡിസ്പ്ലേ ആയി വരും. ഓക്കെ, പൈത്തൺ സ്ട്രിങ്സ് ആർ ഇമ്മ്യൂട്ടബിൾ. സോ എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, പൈത്തൺ സ്ട്രിങ്സ് ആർ ഇമ്മ്യൂട്ടബിൾ. ദാറ്റ് മീൻസ് ദേ കനോട്ട് ബി ചേഞ്ച്ഡ് ആഫ്റ്റർ ദേ ആർ ക്രിയേറ്റഡ്. സോ വൺസ് ദേ ആർ ക്രിയേറ്റഡ് ദേ കനോട്ട് ബി ചേഞ്ച്ഡ്. സോ അത് എങ്ങനെയാണ്, വി കനോട്ട് യൂസ് ദ സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്പറേറ്റർ ഓൺ ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ആൻ അസൈൻമെൻറ്റ്. സോ നമുക്ക് ഈ ഒരു ഓപ്പറേറ്റർ അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ ലെഫ്റ്റ് സൈഡിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനത്തെ ഒരു ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട് നമുക്ക് സ്ട്രിങ്സിനെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. സോ ദേ ആർ നോൺ ആസ് ഇമ്മ്യൂട്ടബിൾ. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ അതിനെ പറയുന്നത് ഇമ്മ്യൂട്ടബിൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഒരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ ഇതിനകത്ത് a is equal to പൈത്തൺ, ഇതൊരു സ്ട്രിങ് ആണ് അല്ലേ, a എന്നുള്ള വാരിയബിൾ ആണ്. ഇതാണ് നമ്മുടെ സ്ട്രിങ് പൈത്തൺ എന്നുള്ളത്. നമ്മൾ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇതിനകത്ത് 0th നമുക്കറിയാം പൈത്തണിൽ ഇൻഡെക്സിങ് പെർമിറ്റഡ് ആണ്. സോ ഒരു സ്ട്രിങ് ഉണ്ടെങ്കിൽ പോസിറ്റീവ് ഇൻഡെക്സും ഉണ്ട് നെഗറ്റീവ് ഇൻഡെക്സും ഉണ്ട്. നമ്മൾ പോസിറ്റീവ് ഇൻഡെക്സ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 0 തൊട്ടാണ്. 0, 1, 2, 3, 4, 5. നെഗറ്റീവ് ഇൻഡെക്സ് ആണെങ്കിൽ ലാസ്റ്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക, -1 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. -1, -2, -3, -4, -5, -6. ഓക്കെ, സോ ഇതിനകത്ത് ഈ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്പറേറ്റർ ലെഫ്റ്റ് സൈഡിൽ അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ ഇപ്പോൾ നമ്മൾ എന്താണ് 0th ലൊക്കേഷനിലുള്ള ക്യാരക്ടർ എന്തായിരുന്നു, 0th ലൊക്കേഷനിൽ p എന്നുള്ള ക്യാരക്ടറാണ്. സോ അതിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് x എന്നുള്ള വാല്യൂ നമ്മൾ കൊടുത്തു. അപ്പോൾ ഈ ഒരു അസൈൻമെൻറ്റ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്താൽ എന്താ ഉണ്ടാവുക, അവിടെ എററാണ് ഉണ്ടാവുക. എന്ത് ടൈപ്പ് എററാണ്, ടൈപ്പ് എറർ. സ്ട്രിംഗ് ഒബ്ജക്റ്റ് ഡസ് നോട്ട് സപ്പോർട്ട് ഐറ്റം അസൈൻമെൻറ്റ്. സോ ടൈപ്പ് എററാണ് ഇവിടെ ജനറേറ്റ് ചെയ്യുന്നത്. സോ ഒരിക്കലും സ്ട്രിങ്സ് ഇമ്മ്യൂട്ടബിൾ ആണ്. സോ നമുക്ക് ഇങ്ങനത്തെ സ്ക്വയർ ബ്രാക്കറ്റ് യൂസ് ചെയ്തിട്ട് ആ സ്ട്രിങ്ങിൽ മോഡിഫിക്കേഷൻ വരുത്താൻ പറ്റില്ല. ഓക്കെ, അതൊന്ന് മനസ്സിലാക്കി വയ്ക്കാം. അപ്പം നമ്മുടെ ഉദ്ദേശം എന്തായിരുന്നു, പൈത്തണിന് പകരം ഈ ഒരു ക്യാരക്ടർ റീപ്ലേസ് ചെയ്തിട്ട് എക്സ് റീപ്ലേസ് ചെയ്യാനായിരുന്നു നമ്മൾ ഉദ്ദേശിച്ചത്. പക്ഷേ അത് പോസിബിൾ അല്ല യൂസിങ് ദിസ് സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്പറേറ്റർ. ഓക്കെ, സോ നമുക്ക് വാട്ട് എറർ വിൽ ദ എബോവ് കോഡ് വിൽ പ്രൊഡ്യൂസ്. എന്താണ്, എന്ത് എററാണ് പ്രൊഡ്യൂസ് ചെയ്യുക, ടൈപ്പ് എററാണ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുക. വൈ ദ എറർ ഈസ് കോസ്ഡ്, അതിനുള്ള ആൻസർ എന്താ, സ്ട്രിങ്സ് ആർ ഇമ്മ്യൂട്ടബിൾ ആണ്. ദേ കനോട്ട് ബി ചേഞ്ച്ഡ് ആഫ്റ്റർ ദേ ആർ ക്രിയേറ്റഡ്. സോ വി കനോട്ട് യൂസ് ദ സ്ക്വയർ ഓപ്പറേറ്റർ ഓൺ ദ ലെഫ്റ്റ് സൈഡ് ഓഫ് ആൻ അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഇത്രയും എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ എക്സാമ്പിൾ ഇവിടെ നിങ്ങൾക്ക് അത് കണ്ടാൽ മനസ്സിലാവും. സോ ടൈപ്പ് എററാണ് അവിടെ ജനറേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ കേസിലും പ്രോഗ്രാമിംഗ് ക്വസ്റ്റ്യനിൽ എന്താണ് അവർ ചെയ്തേക്കുന്നത്, 1 equal to this is a test. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യണത്, 0, 1, 2, അതായത് സെക്കൻഡ് ഇൻഡെക്സിലുള്ള i എന്നുള്ള ക്യാരക്ടറിൻ്റെ അവിടെ നമുക്ക് u എന്നുള്ള ക്യാരക്ടർ വയ്ക്കാനാണ് ഉദ്ദേശിച്ചത്. പക്ഷേ ഇങ്ങനത്തെ ഒരു സ്ക്വയർ ഓപ്പറേറ്റർ വെച്ചിട്ട് നമുക്ക് സ്ട്രിങ്സിനെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഓക്കെ,
സോ ഇത് വരുമ്പോൾ ടൈപ്പ് എററാണ് പ്രൊഡ്യൂസ് ചെയ്യുക. സ്ട്രിങ്സ് ഇമ്മ്യൂട്ടബിൾ ആണ്. സോ നമുക്ക് ഇങ്ങനത്തെ ഒരു സ്ക്വയർ ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട് നമുക്ക് അതിനെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ദെൻ റൈറ്റ് ദ പൈത്തൺ കോഡ് വിച്ച് വിൽ വർക്ക് അറൌണ്ട് ദിസ് ഇഷ്യൂ ആൻഡ് പ്രിൻറ്റ് ദ സ്ട്രിങ് ദസ് എ ടെസ്റ്റ് ആസ് ഔട്ട്പുട്ട്. സോ ഇത് നമുക്ക് ഈ ഒരു കോഡിന് പകരം അപ്പോൾ നമുക്ക് ഇനീഷ്യലി ഉള്ള സ്റ്റാർട്ടിംഗ് കോഡ് അതേപോലെ തന്നെ എഴുതാം. 1 is equal to this a test. ഓക്കെ, ദെൻ ഇതിനകത്ത് നമുക്ക് റിക്വയർമെൻറ്റ് എന്താണ്, ഈ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്പറേറ്റർ യൂസ് ചെയ്യാൻ പറ്റില്ല. സോ നമുക്ക് എന്തെങ്കിലും കുറേ സ്ട്രിങ് ഫംഗ്ഷൻസ് ഉണ്ട്, അതെല്ലാം പഠിക്കണം. സോ നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് റീപ്ലേസ് ഫംഗ്ഷനാണ്. സോ റീപ്ലേസ് ഫംഗ്ഷൻ്റെ സിൻടാക്സ് നോക്കാം. സ്ട്രിങ്ങിൻ്റെ വാരിയബിൾ നെയിം കൊടുക്കാം, ഡോട്ട് റീപ്ലേസ് എന്നുള്ള മെത്തേഡ്. 3 ആർഗ്യുമെൻറ്റ്സ് ആണ്, ഓൾഡ് സബ്സ്ട്രിങ്, ന്യൂ സബ്സ്ട്രിങ്, ദെൻ കൗണ്ട്. ഓൾഡ് സബ്സ്ട്രിങ് ദാറ്റ് യു വാണ്ട് ടു റീപ്ലേസ്, നമുക്ക് ഏത് സ്ട്രിങ്ങിനെയാണോ റീപ്ലേസ് ചെയ്യേണ്ടത് അത് ആദ്യം പാസ് ചെയ്യാം. ന്യൂ സബ്സ്ട്രിങ് വിച്ച് വുഡ് റീപ്ലേസ് ദ ഓൾഡ് സബ്സ്ട്രിങ്, ഏത് വെച്ച് റീപ്ലേസ് ചെയ്യണോ അത് നമ്മൾ സെക്കൻഡ് ആർഗ്യുമെൻ്റ് ആയിട്ട് പാസ് ചെയ്യാം. ദെൻ കൗണ്ട് എന്നുള്ളതാണ്. കൗണ്ട് ഓപ്ഷണൽ ആണ്, കൊടുക്കാം കൊടുക്കാതിരിക്കാം. സോ ദ നമ്പർ ഓഫ് ടൈംസ് യു വാണ്ട് ടു റീപ്ലേസ് ദ ഓൾഡ് സബ്സ്ട്രിങ് വിത്ത് ദ ന്യൂ സബ്സ്ട്രിങ്. സോ കൗണ്ട് എത്രയാണ് കൊടുക്കുന്നത് അത്രയും ഓൾഡ് സ്ട്രിങ്സിനെ മാറ്റിയിട്ട് പുതിയ സ്ട്രിങ്സ് വരുന്നതായിരിക്കും. കൗണ്ട് സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കാം, ഇറ്റ് വിൽ റീപ്ലേസ് ഓൾ ദ ഒക്കറൻസ് ഓഫ് ദ ഓൾഡ് സബ്സ്ട്രിങ് വിത്ത് ദ ന്യൂ സബ്സ്ട്രിങ്. ഓക്കെ, സോ റീപ്ലേസ് മെത്തേഡ് എന്താ ചെയ്യുക, ഇറ്റ് റിട്ടേൺസ് എ കോപ്പി ഓഫ് ദ സ്ട്രിങ് where all occurrence of a substring is replaced with another substring. Okay, സോ നമുക്കൊരു എക്സാമ്പിൾ ഇതിൻ്റെ മനസ്സിലാക്കാൻ നോക്കാം. ഇപ്പോൾ ഇത് നോക്കാം, str എന്നുള്ളത് ഒരു സ്ട്രിങ് ആണ്. ദിസ് ഈസ് എ സ്ട്രിങ് പ്രോഗ്രാം വിച്ച് ഈസ് റിട്ടേൺ ഇൻ പൈത്തൺ. ഓക്കെ, ഇതൊരു സ്ട്രിങ് ആണ്. നമ്മൾ എന്ത് ചെയ്തു, str.replace എന്നുള്ള മെത്തേഡ് കോൾ ചെയ്തു. സോ അതിനകത്ത് 2 ആർഗ്യുമെൻറ്റ്സ് ആണ്, ഓൾഡ് സബ്സ്ട്രിങ്ങും പാസ് ചെയ്തു, ന്യൂ സബ്സ്ട്രിങ്ങും പാസ് ചെയ്തു. സോ ഈസ് വിൽ ബി റീപ്ലേസ്ഡ് വിത്ത് വാസ്. അപ്പോൾ ഇതിനകത്ത് ഈസ് എന്നുള്ളത് ഇവിടെയുണ്ട്. ദെൻ ഇവിടെ ഒരു ചെറിയ സബ്സ്ട്രിങ് ഈസ് അവൈലബിൾ ആണ്, ഇതും റീപ്ലേസ്ഡ് ആവും. ദെൻ ഇവിടെ ഒരു ഈസ് ഉണ്ട്. ഓക്കെ, സോ നമുക്ക് ആ ന്യൂ സ്ട്രിങ്, അപ്പോൾ ഈ റീപ്ലേസ് ചെയ്തിട്ടുള്ള പുതിയ സ്ട്രിങ് നമ്മളൊരു പുതിയ വാരിയബിളിൽ സ്റ്റോർ ചെയ്യുകയാണ്. അത് നമ്മൾ പ്രിൻറ്റ് ചെയ്ത് നോക്കി. ഓക്കെ, പ്രിൻറ്റ് ചെയ്തു. സോ നമ്മുടെ റിസൾട്ട് എന്തായി, ഈസ് വാസ് റീപ്ലേസ്ഡ് ബൈ വാസ്. ഓക്കെ, സപ്പോസ് നമ്മൾ കൗണ്ട് അവിടെ സ്പെസിഫൈ ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും, ആദ്യത്തെ 2, ഇപ്പോൾ കൗണ്ട് 2 ആണ് ഇവിടെ സ്പെസിഫൈ ചെയ്തേക്കുന്നത്. സോ റീപ്ലേസ് ചെയ്യണത് എന്തായിരിക്കും, ആദ്യത്തെ 2 ഈസ് വിൽ ബി റീപ്ലേസ്ഡ് വിത്ത് വാസ്. സോ ഫൈനൽ ഔട്ട്പുട്ട് ഇതായിരിക്കും. തേർഡ് 1 റീപ്ലേസ്ഡ് ആയിട്ടുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ കൗണ്ട് ഓപ്ഷണൽ ഫീൽഡാണ്, കൊടുക്കാം കൊടുക്കാതിരിക്കാം. സോ നമ്മുടെ പ്രോബ്ലത്തിൽ എങ്ങനെ അത് യൂസ് ചെയ്യാം. സോ ഇത് നോക്കുകയാണെങ്കിൽ, സോ ആദ്യം നമ്മൾ സ്ട്രിങ് എഴുതി. സോ നമുക്കറിയാം ഈ ഒരു ഓപ്പറേഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. സോ നമുക്ക് റീപ്ലേസ് മെത്തേഡ് യൂസ് ചെയ്യാം. സോ 1.replace, ഓക്കെ ജസ്റ്റ് സെക്കൻഡ്. സോ നമുക്ക് 1.replace എന്നുള്ള മെത്തേഡ് യൂസ് ചെയ്യാം. സോ ഇതിനകത്ത് നമ്മൾ റീപ്ലേസ് ചെയ്യേണ്ടത് എന്താണ്, ഓൾഡ് സ്ട്രിങ് എന്ന് പറയുന്നത് ഐ എന്നുള്ളത് സിംഗിൾ കോട്ട്സിലോ ഡബിൾ കോട്ട്സിലോ കൊടുക്കാം. ഐ എന്ന് പറയുന്നത് റീപ്ലേസ് ചെയ്തിട്ട് നമുക്ക് പുതിയത് ഏത് വെച്ച് റീപ്ലേസ് ചെയ്യണം, യു എന്നുള്ള ക്യാരക്ടർ വെച്ച് റീപ്ലേസ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ കിട്ടുന്ന വാല്യൂ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പുതിയ വാരിയബിളിൽ സ്റ്റോർ ചെയ്യാം. വേണമെങ്കിൽ str1 എന്ന് കൊടുക്കാം. ദെൻ പ്രിൻറ്റ് str1. സോ നമ്മുടെ ഔട്ട്പുട്ട് എന്തായി, ഇപ്പോൾ ഈ ഒരു ചേഞ്ച് നമ്മൾ വരുത്തുകയാണെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ദസ് എ ടെസ്റ്റ് എന്നുള്ള ഔട്ട്പുട്ടായിട്ട് കിട്ടും. ഓക്കെ, താങ്ക് യു.